Good morning, guys. Welcome to Amu Chechi's vlog. Right. Good morning, guys. നമ്മുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങളെല്ലാവരും ഗുരുവായൂർ സുരഭി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ മേമയുടെ, അതായത് അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ രാവിലെ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലുള്ളൂ എല്ലാവരും അടിപൊളി ഡ്രസ്സ് ചെയ്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. സുരഭി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടിയും കൂട്ടരൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി. ബാക്കിയുള്ള ഡെക്കറേഷൻസും എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. മോള് കേറില്ല. आनंद आ गया. റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെക്കനും പെണ്ണും മാറിപ്പോവോ എന്നുള്ളൊരു സംശയം മാത്രം. സോ തിരക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടുകാർ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കി ഇതേ മിഥുൻ, അലൻ. വെൽക്കം ടു Amu Chechi's vlog. താങ്ക് യു. സിന്ധു അമ്മായിയുടെ അനിയനാണ് അത് ആനന്ദ്. ഹലോ. ഓൾ ദ വേ ഫ്രം ഗുജറാത്ത്. ഓ ഹലോ, നമസ്കാരം. ഇത് നമസ്കാരം എന്ന് പറയുന്നത് അതാണ് മിഥുൻ, നമ്മുടെ രാമമാമണ മോൻ. സ്ക്രീനിൽ ഇന്ന് രാവിലെ കഴിഞ്ഞ കെട്ടിൻ്റെ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നള്ളി മേമയെ കാണിച്ചില്ലെങ്കിൽ ഒന്ന് പ്രശ്നമാക്കും വ്ളോഗിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. നള്ളി മേമേ, വത്സല മേമേ, ഹേമ ചേച്ചി, ബിന്ദു ചേച്ചി വന്നില്ലേ? അതാ ഏട്ടൻ്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, കുഞ്ചു അവിടെ ഇരിക്കുന്നുണ്ട്, ലതമ്മായി ഇവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയോടെ അച്ഛ കാണാനേ ഇല്ല. അതായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അമ്മ, സേനമേമ, ലക്ഷ്മിമേമ, ദുർഗമേമ, സർലമേമ, പുതിയ ഫോട്ടോഗ്രാഫർ, സിന്ധുവമ്മായി, ബിന്ദുവമ്മായി, രതിയമ്മായി. അപ്പോ അമ്മായിമാരുടെ തിരക്കല്ലേ. അമ്മായിമാർ, രാമേന്ദ്രങ്ങൾ, ദേവേങ്കൾ, അച്ഛ, നാരായണ മാമ, ചന്ദമാമ.
ചെക്കനെയും പെണ്ണിനെയും വരവേൽക്കാനുള്ള ചടങ്ങാണിത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ചെക്കനും പെണ്ണും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ താലമൊക്കെ പിടിച്ച് അവിടെ ഫ്രണ്ടിൽ പോയി അവരെ വരവേറ്റിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ചടങ്ങ്. ഓരോ സ്ഥലത്തും ഈ ചടങ്ങുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചെക്കൻ്റെ കാല് കഴുകൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെണ്ണിൻ്റെ അനിയനാണിത് ചെയ്യുന്നത്. ജസ്റ്റ് കാലിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് തുടച്ചു കൊടുക്കും. പിന്നെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് പെണ്ണിൻ്റെ ചേട്ടനും. തിരക്കാണ്, എന്താ ചെയ്യാ? രാവിലെ കഴിച്ചിട്ടില്ലല്ലോ. ഒരു കുട്ടിയെ കരയിപ്പിച്ച മാളോ. അമ്മോ, അങ്ങനെ ഫോട്ടോ എടുക്കൽ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതാ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അസല സദ്യ കേട്ടോ. പരിപ്പട, പഴം, അച്ചാറ്, പപ്പടം, ചോറ്, സാമ്പാർ, വാ വാ. ചിന്നോ അത് പറ്റില്ല. അത്രയ്ക്ക് ഇതെന്റെ മാമൻ ഇത് പായസം. പാലട, ശർക്കര പായസം. ശർക്കര പായസം. ഹലോ, ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ദേ കൃഷ്ണനെ കാണാൻ വന്നിരിക്കുക കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വന്നിട്ട് എങ്ങനെയാണ് ഗുരുവായൂർ വരാതെ പോവുക അല്ലേ. ദേ കൃഷ്ണൻ്റെ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. കിഴക്കേ നടയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ. ഈ സൈഡിലുള്ള കുറേ കടകളും എന്ത് രസമല്ലേ ഇവിടെ.
കാഴ്ചകൾ കണ്ട് നടക്കാൻ തന്നെ എന്ത് സുഖാണല്ലേ. ഇവിടെ വന്നാൽ ശരിക്കും സമയം പോകുന്ന മനസ്സിലാവില്ല കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കുഞ്ചുതാ അവിടെ ഓരോ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. അടിപൊളിയുണ്ടല്ലേ. ഇതൊരാള് ടോയ്സ് കണ്ടപ്പം മെല്ലെ ചാടിയിട്ടുണ്ട്. ദേ എന്റെ സെയിം ബാഗ്. ഇനി വിഹാൻ ഇറങ്ങണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് സമയം പിടിക്കും. ചെറുതായിട്ട് കൃഷ്ണനെ തൊഴുത് ഞങ്ങളിതാ വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട്. എന്താ ചെയ്യുക, രാവിലത്തെ മേക്കപ്പ് ഒക്കെ പോയി. ഈ വെയിലത്ത് പിന്നെ എന്ത് ചെയ്യാനല്ലേ. കുഞ്ചുനാ കടയിലെ ടോയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇനി വേറെ ടോയ് വാങ്ങിക്കും. കുഞ്ചു എന്തോ മിഠായി വാങ്ങിച്ചു, കോയിൻ മിഠായി വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഏട്ടൻ്റെ അമ്മയ്ക്ക് ഗുരുവായൂർ പപ്പടം വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വന്നതാ. അപ്പം അത് വാങ്ങിച്ചു. ഇനി വീണ്ടും കാറിലേക്ക്. അച്ഛൻ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് നടക്കാൻ വയ്യ കുറേ ദൂരം. അപ്പം അമ്മ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാലക്കാടൻ കല്യാണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.